ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോ ക്രോമാറ്റോഗ്രാഫിക് ടെക്നിക്സിനെ കുറിച്ചിട്ടാണ്. ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഒരു സെപ്പറേഷൻ ടെക്നിക്സ് ആണ്. മറ്റ് സെപ്പറേഷൻ ടെക്നിക്സുകൾ അപേക്ഷിച്ച് ക്രോമാറ്റോഗ്രാഫിക് ടെക്നിക്സിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ആണുള്ളത്. ക്രോമാറ്റോഗ്രാഫിക് ടെക്നിക്സ് എന്തിന് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിസൈഡ് ആയിട്ടുള്ള കമ്പോണൻസ് നമുക്ക് മിക്സ്ചേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ബേസ് പാർട്ട് എന്ന് പറയുന്ന ഒരു കോളം ആയിരിക്കും. ഒരു സ്റ്റേഷനറി ഫേസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു മൊബൈൽ ഫേസും ഉണ്ട്. ഇവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് ഓരോ ക്രോമാറ്റോഗ്രാഫിക് ടെക്നിക്സിൽ നമുക്ക് നോക്കാം. എലുവൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മൊബൈൽ ഫേസ് ആണ്. ഈ എലുവൻ്റ് കോളത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മിക്സറിനകത്തുള്ള കമ്പോണൻസ് അവയുടെ അഫിനിറ്റി അനുസരിച്ചിട്ട് ഓരോരോ ടൈമിലായിട്ടാണ് സെപ്പറേറ്റ് ചെയ്ത് വരുന്നത്. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നതിനെയാണ് എലുവേറ്റ് എന്ന് പറയുന്നത്. ഒരു കമ്പോണൻറ്റിനെ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്തും, അതായത് മിക്സ്ചറിനെ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയം, അതോടൊപ്പം തന്നെ ആ കമ്പോണൻറ്റിനെ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്തിനും ഇടയ്ക്കുള്ള ഇൻ്റർവെൽ അല്ലെങ്കിൽ ആ ഗ്യാപ്പിന്, ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ റിട്ടൻഷൻ ടൈം എന്ന് പറയുന്നത്. ആദ്യം എല്യൂട്ട് ചെയ്ത് പോകുന്ന ആൾക്ക് റിട്ടൻഷൻ ടൈം വളരെ കുറവായിരിക്കും, എന്നാൽ അവസാനം എല്യൂട്ട് ചെയ്ത് പോകുന്ന കമ്പോണൻറ്റിനായിരിക്കും റിട്ടൻഷൻ ടൈം വളരെ ഹൈ ആയിട്ടുള്ളത്. സോ ക്രോമാറ്റോഗ്രാഫിക്ക് നമുക്കൊരു എക്സ്പ്ലനേഷൻ പറയാം. കമ്പോണൻസിനെ അവയുടെ മിക്സ്ചേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ക്രോമാറ്റോഗ്രാഫി. ക്രോമാറ്റോഗ്രാഫിക് ടെക്നിക്സുകളെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് കഴിയും. ഈ തന്നിരിക്കുന്നത് 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ്. സ്റ്റേഷനറി ഫേസും സൊല്യൂട്ടും തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ബേസിലാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. അതിൽ അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രാഫി, പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫി, അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രാഫി, സൈസ് എക്സ്ക്ലൂഷൻ ക്രോമാറ്റോഗ്രാഫി ഉൾപ്പെടുന്നു. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്രോമാറ്റോഗ്രാഫിക് ബെഡ് ഷേപ്പിനനുസരിച്ചിട്ടാണ്. ക്രോമാറ്റോഗ്രാഫിക് ബെഡ് ഷേപ്പ് 2 തരത്തിലാകാം, 2 ഡയമെൻഷനിലും 3 ഡയമെൻഷനിലും. 2 ഡയമെൻഷനിൽ നമ്മൾ പ്ലാനാർ എന്ന് പറയും, 3 ഡയമെൻഷനിലെ കോളം ക്രോമാറ്റോഗ്രാഫി എന്ന് പറയും. ഈ പ്ലാനാറിന് തന്നെ വീണ്ടും തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫി എന്നും പേപ്പർ ക്രോമാറ്റോഗ്രാഫി എന്നും തിരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ മൊബൈൽ ഫേസിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിനനുസരിച്ചിട്ടുള്ളതാണ്. അത് ലിക്വിഡ് ക്രോമാറ്റോഗ്രാഫി, ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് ക്രോമാറ്റോഗ്രാഫി എന്നിവയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റേഷനറി ഫേസിന്റെ ഫിസിക്കൽ നേച്ചറിനനുസരിച്ചിട്ടാണ്. സ്റ്റേഷനറി ഫേസ് സോളിഡും ആകാം, ലിക്വിഡും ആകാം. സോളിഡ് ആണെങ്കിൽ അതിനെ അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രാഫി എന്നും, ലിക്വിഡ് ആണെങ്കിൽ അതിനെ പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫി എന്നും പറയാം. അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രാഫിയുടെ കീഴിലാണ് ബാക്കി വരുന്ന കോൾ അഡ്സോർപ്ഷൻ, അയൺ എക്സ്ചേഞ്ച്, സൈസ് എക്സ്ക്ലൂഷൻ, TLC, HPTLC, HPLC എന്നിവയൊക്കെ. പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫിയുടെ കീഴിൽ വരുന്നതാണ് കോളം പാർട്ടീഷൻ, പേപ്പർ പാർട്ടീഷൻ, HPC, GC എന്നിവയൊക്കെ. ഇനി മറ്റൊരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നോക്കാം. സെപ്പറേഷൻ മെക്കാനിസം അനുസരിച്ചിട്ടാണെങ്കിൽ ക്രോമാറ്റോഗ്രാഫി ടെക്നിക്സിനെ മൊത്തത്തിൽ നമുക്ക് 2ആയിട്ട് തിരിക്കാം, അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രാഫി എന്നും പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫി എന്നും. അതുപോലെ ഇനി ഫേസസിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സോളിഡ് ഫേസ് ക്രോമാറ്റോഗ്രാഫി എന്നും ലിക്വിഡ് ഫേസ് ക്രോമാറ്റോഗ്രാഫി എന്നും 2ആയിട്ട് തിരിക്കാം. അവയ്ക്ക് കീഴെ വീണ്ടും 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇനി ക്രോമാറ്റോഗ്രാഫിക് ബെഡ് ഷേപ്പ് അനുസരിച്ച് നമ്മൾ നേരത്തെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം പ്ലാനാറിൽ പേപ്പറും തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫിയും കണ്ടായിരുന്നു. ഇനി കോളം ക്രോമാറ്റോഗ്രാഫിയിൽ നമുക്ക് പാക്ഡ് കോളം ക്രോമാറ്റോഗ്രാഫി എന്നും ഓപ്പൺ ട്യൂബുലർ കോളം ക്രോമാറ്റോഗ്രാഫി എന്നും തരംതിരിക്കാവുന്നതാണ്. ഇനി ഓരോ ക്രോമാറ്റോഗ്രാഫിക് ടെക്നിക്സ് നമുക്ക് നോക്കാം വിശദമായിട്ട്. ആദ്യം നോക്കുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റേഷനറി ഫേസും സൊല്യൂട്ടും തമ്മിലുള്ള ഇൻട്രാക്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ 4ആയിട്ട് ക്രോമാറ്റോഗ്രാഫിക് ടെക്നിക്സുകൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രാഫി, പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫി, അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രാഫി, മോളിക്കുലർ എക്സ്ക്ലൂഷൻ ക്രോമാറ്റോഗ്രാഫി. നമുക്ക് ആദ്യത്തേത് പഠിക്കാം, അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രാഫി. ഈ കാണുന്ന ബ്ലോക്ക് ഡയഗ്രാം തന്നെയാണ് എല്ലാ കോളം ക്രോമാറ്റോഗ്രാഫി ടെക്നിക്സുകൾക്കും ഉള്ളത്. ഒരു മൊബൈൽ ഫേസ് നമ്മൾ സപ്ലൈ ചെയ്യുന്നു, എവിടേക്ക്? സാമ്പിളിംഗ് സിസ്റ്റത്തിലേക്ക്. സാമ്പിളിംഗ് സിസ്റ്റം കോളത്തിലാണെന്ന് പറഞ്ഞു. കോളത്തിലൂടെ വരുന്ന ഓരോ കമ്പോണൻസിനെ നമുക്ക് എല്യൂട്ട് ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന കമ്പോണൻസ് ഡിറ്റക്ട് ചെയ്യുന്നു. ഡിറ്റക്റ്റിനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് ഒരു അക്വിസിഷൻ ഡേറ്റ വഴി നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. ആദ്യം നോക്കേണ്ടത് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രാഫിയുടെ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ആയിരിക്കും. സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ഒരു സോളിഡ് അഡ്സോർബൻ്റ് ആയിരിക്കും. സാമ്പിൾ ഫേസ് എന്ന് പറയുന്നത് സൊല്യൂഷൻ ആയിരിക്കും. ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. റിലേറ്റീവ് പൊളാരിറ്റീസ് അനുസരിച്ചിട്ടാണ് അഡ്സോർപ്ഷൻ നടക്കുന്നത്. തന്നിട്ടുള്ള ഇമേജിൽ നോക്കിയേ, കോളത്തിലുള്ള മിക്സ്ചറിന് മുകളിലായിട്ട് സോൾവെന്റിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോളത്തിൽ ഓൾറെഡി സ്റ്റേഷനറി ഫേസ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോൾവെന്റ് താഴേക്ക് കോളത്തിലേക്ക് ഇറങ്ങുന്നതോടൊപ്പം കോമ്പൗണ്ടിലുള്ള കമ്പോണൻസും അവയുടെ അഫിനിറ്റി അനുസരിച്ച് സ്റ്റേഷനറി ഫേസിൽ ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ സ്ലോ ആയിട്ടോ മൂവ് ചെയ്യാൻ തുടങ്ങും. സ്റ്റേഷനറി ഫേസുമായിട്ട് ഹൈ അഫിനിറ്റി ഉള്ള കമ്പോണൻസ് സ്ലോവർ ആയിട്ടായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അതേസമയം ലെസ്സർ അഫിനിറ്റി ആയിട്ടുള്ള കമ്പോണൻസ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. ഏതൊരു കണ്ടീഷനിൽ മൊബൈൽ ഫേസിൻ്റെതാകട്ടെ സ്റ്റേഷനറി ഫേസിൻ്റെതാകട്ടെ 2 കമ്പോണൻസിന് ഒരിക്കലും സെയിം അഫിനിറ്റി വരത്തില്ല. ഇമേജ് ഒന്ന് ശ്രദ്ധിച്ചേ. 2 കമ്പോണൻറ്റ് എക്സ് ആൻഡ് വൈ നമ്മുടെ സോൾവെൻറ്റ് കാരണം മിക്സറിൽ നിന്ന് വേർതിരിഞ്ഞിട്ടുണ്ട്. വൈ ആദ്യം എല്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് മനസ്സിലാക്കാം അതാണ് ആ സ്റ്റേഷനറി ഫേസിലൂടെ നല്ല സ്പീഡിൽ മൂവ് ചെയ്തത്.
സോ സ്പീഡിൽ മൂവ് ചെയ്ത് എല്യൂട്ട് ആയതുകൊണ്ട് സ്റ്റേഷണറി ഫേസുമായിട്ട് ആ കമ്പോണൻറ്റിന് വളരെ ചെറിയൊരു അഫിനിറ്റി മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. ഒരു അഡ്സോർബൻ്റ് പാർട്ടിക്കിളിനെ ചുറ്റിയിട്ട് അതേ കൈൻഡുള്ള മറ്റ് ആറ്റംസോ മോളിക്യൂൾസോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അഡ്സോർബേറ്റ് വന്ന്, അതായത് നമ്മുടെ മെത്തിലിൻ ബ്ലൂ പോലുള്ള അഡ്സോർബേറ്റുകൾ വന്ന് പെട്ടെന്ന് തന്നെ അഡ്സോർബൻറ്റിന് പുറമെ വന്ന് അറ്റാച്ച് ചെയ്യും. അഡ്സോർബൻറ്റിൻ്റെ പുറത്ത് വന്ന് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് അഡ്സോർപ്ഷൻ. സോ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു സോളിഡ് സർഫസിൻ്റെ പുറത്ത് ഒരു ലിക്വിഡ് മോളിക്യൂളോ ഒരു ഗ്യാസ് മോളിക്യൂളോ വന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഫിനോമിനനാണ്. സോളിഡ് സബ്സ്റ്റൻസിൻ്റെ സർഫസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അഡ്സോർബേറ്റ്. ഏതിലാണോ വന്ന് ഈ അഡ്സോർബേറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവരെ അഡ്സോർബൻ്റ് എന്ന് പറയുന്നു. മെയിൻലി യൂസ് ചെയ്യുന്ന അഡ്സോർബൻ്റ് അലുമിന, സിലിക്ക ജെൽ, കാൽഷ്യം കാർബണേറ്റ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലോസ് എന്നിവയൊക്കെയാണ്. ഇവയെ നമുക്ക് സ്ട്രോങ് അഡ്സോർബൻ്റ് എന്നും ഇൻ്റർമീഡിയറ്റ് അഡ്സോർബൻ്റ് എന്നും വീക്ക് അഡ്സോർബൻ്റും ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആ കാണുന്നതാണ് ഈ പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രാഫിയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ അമിനോ ആസിഡ്സിൻ്റെ സെപ്പറേഷനിൽ അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രാഫിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഐസൊലേഷന് വേണ്ടിയിട്ടും കാർബോഹൈഡ്രേറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടും ഫാറ്റി ആസിഡിനെ ഫാറ്റ്സ് തുടങ്ങിയവയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും സെപ്പറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടും പ്രോട്ടീൻസ് പെപ്റ്റൈഡ്സിനെ ഡിറ്റർമിൻ ചെയ്യാനും ഐസൊലേറ്റ് ചെയ്യാനുമായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രാഫി തന്നെയാണ്. ഇനി രണ്ടാമത്തെ ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫിയാണ്. ഇതിനെ ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫി എന്നും പറയുന്നു. ഇവിടെ എങ്ങനെയാണ് ഒരു സൊല്യൂട്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു സോളിഡ് സപ്പോർട്ടിൽ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലിക്വിഡ് സ്റ്റേഷനറി ഫേസിനെയും മൊബൈൽ ഫേസിനെയും തമ്മിലുള്ള ഒരു പാർട്ടീഷൻ ബേസ് ചെയ്തിട്ടാണ് സൊല്യൂട്ടിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന സപ്പോർട്ടിംഗ് മെറ്റീരിയൽ സിലിക്ക തന്നെയാണ്. ഇവിടെ നടക്കുന്നത് റിലേറ്റീവ് സോലിബിലിറ്റിയുടെ ബേസിലുള്ള പാർട്ടീഷനാണ്. സൊല്യൂട്ടിൻ്റെ പാർട്ടീഷൻ കോഎഫിഷ്യൻറ്റിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ഇവിടെയും സ്റ്റേഷനറി ഫേസ് മോർ സോല്യൂബിൾ ആണെന്നുണ്ടെങ്കിൽ വളരെ പതുക്കെ മാത്രമേ കമ്പോണൻസ് ട്രാവൽ ചെയ്യത്തുള്ളൂ. അതേസമയം സ്റ്റേഷനറി ഫേസുമായിട്ട് സോല്യൂബിൾ ആകുന്നത് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഇവയുടെ മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും. അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രാഫി കണക്ക് ഇവിടെയും യാതൊരു കണ്ടീഷനിലും സ്റ്റേഷനറി ഫേസിലോ മൊബൈൽ ഫേസിലെയോ രണ്ട് കമ്പോണൻസിന് ഒരിക്കലും സെയിം പാർട്ടീഷൻ കോഎഫിഷ്യൻറ്റ് ഉണ്ടാകത്തില്ല. എന്നിട്ടുള്ള ഇമേജിൽ നോക്കിയേ, ഫേസ് 1ലുള്ള മിക്സ്ചറും ഫേസ് 2 തമ്മിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. എന്നാൽ പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫിക്ക് ശേഷം ഫേസ് 1ൽ നിന്നും കുറച്ചധികം കമ്പോണൻസ് ഫേസ് 2ലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ഫേസ് 2വിലെത്തിയ കമ്പോണൻസ് സ്റ്റേഷനറി ഫേസുമായിട്ട് ലീസ്റ്റ് സോലുബിൾ ഉള്ളവയാണ്. സൊല്യൂട്ടിന്റെ റിട്ടൻഷൻ കണ്ടുപിടിക്കാനുള്ള മെക്കാനിസത്തിൽ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് KD ഇൻറ്റു VS/VM ആണ്. VS എന്ന് പറയുന്നത് സൊല്യൂട്ടിന്റെ വോളിയവും VM എന്ന് പറയുന്നത് മൊബൈൽ ഫേസിന്റെ വോളിയവും ആണ്. പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫി തന്നെ റിവേഴ്സ് ഫേസ് ക്രൊമാറ്റോഗ്രാഫി എന്നും നോർമൽ ഫേസ് ക്രൊമാറ്റോഗ്രാഫി എന്നും രണ്ടായിട്ടുണ്ട്. റിവേഴ്സ് ഫേസ് ക്രൊമാറ്റോഗ്രാഫിയിൽ സ്റ്റേഷനറി ഫേസ് നോൺ പോളാറും മൊബൈൽ ഫേസ് പോളാറുമാണെങ്കിൽ, നോർമൽ ഫേസ് ക്രൊമാറ്റോഗ്രാഫിയിൽ സ്റ്റേഷനറി ഫേസ് പോളാറും മൊബൈൽ ഫേസ് നോൺ പോളാറുമാണ്. ഇത് ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക തന്നെ വേണം, എക്സാമിൻസിന് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫി രണ്ടായിട്ട് തിരിക്കാം, ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫി എന്നും ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫി എന്നും. അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രാഫിയും പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫി തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്ക് ഈ ഒരു ഫ്ലോ ചാർട്ട് കൂടി തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതായത് രണ്ടിലും മൊബൈൽ ഫേസ് സെയിം തന്നെയാണ്, ലിക്വിഡ് തന്നെയാണ്. എവിടെയാണ് വ്യത്യാസം വരുന്നത്? സ്റ്റേഷനറി ഫേസിൽ മാത്രമാണ്. സ്റ്റേഷനറി ഫേസ് ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഫോർമാറ്റ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫിലോട്ട് പോകും. അതേസമയം സ്റ്റേഷനറി ഫേസ് സോൾഡ് ആണെന്നുണ്ടെങ്കിൽ അന്നേരം അത് അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രാഫിലോട്ട് പോകും. ഇനി ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫി തന്നെ നമുക്ക് നോർമൽ ഫേസ് എന്നും റിവേഴ്സ് ഫേസ് എന്നും തിരിക്കാം. സെയിം ആസ് അഡ്സോർപ്ഷനെയും നോർമൽ ഫേസ് എന്നും റിവേഴ്സ് ഫേസ് എന്നും തിരിക്കാം. ഓർത്തിരിക്കുക, നോർമൽ ഫേസിൽ നോൺ പോളാറ് മൊബൈൽ ഫേസ് ആയിരിക്കും, പോളാറ് സ്റ്റേഷനറി ഫേസ് ആയിരിക്കും. റിവേഴ്സ് ഫേസിലാണെന്നുണ്ടെങ്കിൽ പോളാറ് മൊബൈൽ ഫേസ് ആയിരിക്കും, നോൺ പോളാർ സ്റ്റേഷനറി ഫേസ് ആയിരിക്കും. ഇനി നമ്മുടെ പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫി അല്ലെങ്കിൽ ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫിയുടെ ആപ്ലിക്കേഷൻസ് ആണ്. മെറ്റൽസ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന കോമ്പൗണ്ട്സിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ബയോളജിക്കൽ സാമ്പിൾസിനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് കഴിയും. ഫുഡ് പ്രോഡക്ട്സിലുള്ള ഡ്രഗ്സിനെയൊക്കെ അനാലിസിസ് ചെയ്യാനായിട്ട് കഴിയും. എൻവയോൺമെൻറ്റൽ സാമ്പിൾസിലുള്ള കോമ്പൗണ്ട്സിനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ബയോളജിക്കൽ സാമ്പിൾസിലുള്ള കോമ്പൗണ്ട്സിനെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് കഴിയും. ഓർഗാനിക് കെമിക്കൽസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടും പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫി യൂസ്ഫുൾ ആണ്. അടുത്ത ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്കാണ് അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രാഫി. ഇവിടെ അയോൺ എക്സ്ചേഞ്ചറുമായിട്ടുള്ള അഫിനിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് അയോൺസും പോളാർ മോളിക്യൂൾസും സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. മോളിക്കുലർ വെയിറ്റ് കൂടിയ ആൾക്കാർക്കും കുറഞ്ഞ ആൾക്കാർക്കും, അതായത് ചെറിയ അമിനോ ആസിഡ്സ്, ന്യൂക്ലിയോടൈഡ്സ്, മോളിക്കുലർ വെയിറ്റ് കൂടിയ പ്രോട്ടീൻസ് തുടങ്ങിയ എല്ലാ ചാർജ്ഡ് മോളിക്യൂൾസിനെയും നമുക്ക് ഈ ഒരു ക്രൊമാറ്റോഗ്രാഫി ടെക്നിക്സ് വഴി സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയും. കാറ്റയോൺസിനെയും ആനയോൺസിനെയും ഈ ഒരു മെത്തേഡ് വഴി സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്.
ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെപ്പറേഷൻ മെട്രിക്സിന് അയോൺസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഒരു റിവേഴ്സിബിൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ ആണ്. അതായത് അയോൺ എക്സ്ചേഞ്ച് റെസിനിലുള്ള അയോൺസും നമ്മുടെ സൊല്യൂഷനിൽ പ്രസൻ്റ് ആയിട്ടുള്ള അയോൺസും പരസ്പരം അയോൺസിനെ റിവേഴ്സിബിൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അയൺ എക്സ്ചേഞ്ചസിനെ പറ്റി പറഞ്ഞിരുന്നു. 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഇവർക്കുള്ളത്: റെസിൻസ്, ജെൽസ്, ഇനോർഗാനിക് എക്സ്ചേഞ്ചസ്. എന്താണ് അയൺ എക്സ്ചേഞ്ച് റെസിൻസ് എന്ന് നോക്കാം. ഓർഗാനിക് മെറ്റീരിയൽസിൻ്റെ അമോർഫസ് പാർട്ടിക്കിൾസിനെയാണ് റെസിൻസ് എന്ന് പറയുന്നത്. സെല്ലുലോസ്, പോളിസ്റ്റൈറിൻ ഒക്കെ എക്സാമ്പിൾസ് ആണ്. ഇവ സ്മോൾ മോളിക്യൂൾസിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി റെസിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. കെമിക്കൽ നേച്ചറിനനുസരിച്ചിട്ട് അവയെ 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: സ്ട്രോങ് ആൻഡ് വീക്ക് കാറ്റോൺ എക്സ്ചേഞ്ച് റെസിൻസ്, സ്ട്രോങ് ആൻഡ് വീക്ക് ആനയോൺ എക്സ്ചേഞ്ച് റെസിൻസ്. ഇനി അയൺ എക്സ്ചേഞ്ച് റെസിൻസിൻ്റെ കുറച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ക്രോസ് ലിങ്കിങ്. ക്രോസ് ലിങ്കിങ് ഒരു അയോൺ എക്സ്ചേഞ്ച് റെസിൻ്റെ സ്വെല്ലിങ്ങിനെയും സ്ട്രെങ്തിനെയും സോലിബിലിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എപ്പോഴാണോ റെസിൻസ് സ്വെല്ല് ചെയ്യുന്നത് അന്നേരം പോളിമർ ചെയിൻ സ്പ്രെഡ് ചെയ്യും. ഇനി പോളാർ സോൾവൻസ് ആണെങ്കിൽ മാത്രമേ സ്വെല്ലിംഗ് നടക്കുകയുള്ളൂ. നോൺ പോളാർ സോൾവൻസ് ആണെന്നുണ്ടെങ്കിൽ കോൺട്രാക്ഷൻ ആണ് സംഭവിക്കുന്നത്. സ്വെല്ലിങ് ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷനെയും അഫക്റ്റ് ചെയ്യും. ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്കൊരു ധാരണ കിട്ടും. പോളിമർ ചെയിൻസിനിടയ്ക്കുള്ള ക്രോസ് ലിങ്ക്സ് ആണ് പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്നത്. ഫിക്സഡ് റെസിൻ ഫങ്ഷണൽ ഗ്രൂപ്പിനെ നെഗറ്റീവ് ചാർജ് കൊണ്ട് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവ സ്വെല്ല് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പോളിമർ ചെയിൻസ് സ്പ്രെഡ് ചെയ്യും. പോളാർ ചെയിൻ ആണെങ്കിൽ മാത്രമേ സ്വെല്ല് ചെയ്യത്തുള്ളൂ. എന്നാൽ നോൺ പോളാർ ആണെന്നുണ്ടെങ്കിൽ കോൺട്രാക്ഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. 2 തരത്തിലുള്ള അയോൺ എക്സ്ചേഞ്ചസ് ആണുള്ളത്: കാറ്റോൺ എക്സ്ചേഞ്ചേഴ്സും ആനയോൺ എക്സ്ചേഞ്ചേഴ്സും. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആനയോൺസ് പോസിറ്റീവായിട്ടുള്ള സർഫസിലാണ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അതേസമയം പോസിറ്റീവായിട്ടുള്ള കാറ്റയോൺസ് നെഗറ്റീവ് സർഫസിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഇതിൻ്റെ ബേസിൽ കാറ്റോൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി എന്നും ആനയോൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി എന്നും 2ആയിട്ട് തിരിക്കുകയാണ്. ഇനി ഇൻസ്ട്രുമെൻറ്റേഷൻ നോക്കാം. എലുവൻറ്റിലൂടെ പമ്പിലേക്ക്, പമ്പിൽ നിന്ന് സപ്രസിലേക്ക്, സപ്രസിൽ നിന്ന് ട്രേസ് ഡിറ്റക്ടറിലേക്ക്, അവിടെ നിന്ന് ഡേറ്റ പ്രോസസ്സിങ്ങിൽ. ഇതാണ് നമ്മുടെ ഒരു അയോൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫിയുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അറിഞ്ഞിരിക്കുക. 4 മെയിൻ സ്റ്റെപ്സ് ആണുള്ളത്: ഇക്വിലിബ്രേഷൻ, സാമ്പിൾ ആപ്ലിക്കേഷൻ ആൻഡ് വാഷ്, ഇലൂഷൻ, റീജനറേഷൻ. ഇനി ഇവയെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. pH വേരി ചെയ്യുന്നതിനനുസരിച്ച് അയൺ എക്സ്ചേഞ്ച് സെപ്പറേഷൻ്റെ സെലക്ടിവിറ്റിനെ നമുക്ക് വേരി ചെയ്യിക്കാനായിട്ട് കഴിയും. pH കൂടുന്നത് ആനയോൺ എക്സ്ചേഞ്ചിൽ സാമ്പിൾ അയണൈസേഷൻ്റെയും റിട്ടൻഷൻ്റെയും വാല്യൂ കൂടുന്നതിന് കാരണമാകുന്നു. അതുപോലെ കാറ്റയോൺ എക്സ്ചേഞ്ച് HPLCയിലും pH ഡിക്രീസ് ചെയ്യുന്നത് ബേസിൻ്റെ റിട്ടൻഷനെ ഫേവർ ചെയ്യുന്നുണ്ട്. അയണൈസ്ഡ് ഫോമിലുള്ള ആസിഡിനും ബേസിനും മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ഒരു റീറ്റെയിൻ വാല്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ബഫേഴ്സ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. അയൺ എക്സ്ചേഞ്ചിൽ മെയിനായിട്ട് ഒരു പെർട്ടിക്കുലർ സോൾട്ട് ആയിരിക്കും ചില സമയത്ത് സ്ട്രോങ്ങർ അല്ലെങ്കിൽ വീക്കർ റിട്ടൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെയിം കോൺസെൻട്രേഷനിലുള്ള ഒരു വീക്ക് ഡിസ്പ്ലേസർ സാമ്പിൾ റിട്ടൻഷൻ റെഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ഒരു സ്ട്രോങ് ഡിസ്പ്ലേസർ സാമ്പിൾ റിട്ടൻഷനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പൊതുവെ ഹൈലി ചാർജ്ഡ് ഡിസ്പ്ലേസേഴ്സ് എല്ലാം സ്ട്രോങ്ങർ ആയിരിക്കും. ഒരു ആനയോൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേസേഴ്സിൻ്റെ സ്ട്രെങ്ത് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫ്ലൂറൈഡിന് വളരെ കുറവും സിട്രേറ്റിന് വളരെ കൂടുതലുമായിരിക്കും. ഓക്സലേറ്റ് ഒരു മിഡിൽ റേഞ്ചിൽ കാണപ്പെടുന്നു. ഒരു ഓർഗാനിക് സോൾവെന്റിനെ മൊബൈൽ ഫേസിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടൻഷൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സെയിം കേസ് തന്നെയാണ് ഒരു റിവേഴ്സ്ഡ് ഫേസ് HPLCയിൽ നടക്കുന്നത്. മെഥനോൾ, അസറ്റോനൈട്രൽ എന്നിവയൊക്കെ ഇതിന് ഉപയോഗിക്കുന്നവയാണ്. ഇനി ഇവിടെ ആപ്ലിക്കേഷൻസ് നോക്കാം. വാട്ടറിൻ്റെ സോഫ്റ്റനിങ്ങിനും ഡീമിനറലൈസേഷനും ഉപയോഗിക്കുന്നുണ്ട്. ടിഷ്യൂസിൽ നിന്നൊക്കെ എൻസൈമിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സൊല്യൂഷൻസിലുള്ള അയോണിക് ഇമ്പ്യൂരിറ്റീസിനൊക്കെ റിമൂവ് ചെയ്ത് പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഇനോർഗാനിക് അയോൺസിൻ്റെ സെപ്പറേഷനും അമിനോ ആസിഡ്സ്, പ്രോട്ടീൻ, ഷുഗേഴ്സ് തുടങ്ങിയവയുടെ സെപ്പറേഷനും ഉപയോഗിക്കുന്നു. HPLCയിൽ മെയിൻ കോളമായിട്ട് ഉപയോഗിക്കുന്നു. അതായത് HPLCയിൽ അയൺ എക്സ്ചേഞ്ച് കോളമാണ് ഉപയോഗിക്കുന്നത്. ഇനി 4ാമത്തെ ഒരു ക്രൊമാറ്റോഗ്രഫിയാണ് മോളിക്കുലർ എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ സൈസ് എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫി ടെക്നിക്സ്. ഈ ഒരു ക്രൊമാറ്റോഗ്രഫി ടെക്നിക്കിന് ഒത്തിരി പേരുകളുണ്ട്. സൈസ് എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫി, ജെൽ പെർമിഷൻ ക്രൊമാറ്റോഗ്രഫി, ജെൽ ഫിൽട്രേഷൻ, മോളിക്കുലർ സീവ് ക്രൊമാറ്റോഗ്രഫി എന്നൊക്കെ. പോറസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. അതായത് പാർട്ടിക്കിൾസിൽ എന്തെങ്കിലും ഹോൾസോ സുഷിരോ ഒക്കെ ഉള്ള പാർട്ടിക്കിൾസ്. ഇവയാണ് ഡിഫറെൻറ്റ് സൈസസിലുള്ള മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ബയോളജിക്കൽ മോളിക്യൂൾസ്, ഇൻഡസ്ട്രിയൽ പോളിമേഴ്സ്, പ്രോട്ടീൻസ് തുടങ്ങിയവയ്ക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നു. ഇവയുടെ പല പേരുകൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് അതായത് കോളം മെട്രിക്സ് ബീഡ്സ് ആണ്. ബീഡ്സ് ഓഫ് ഹൈഡ്രേറ്റഡ് അല്ലെങ്കിൽ പോറസ് പോളിമേഴ്സ് ആയിരിക്കും. മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബഫർ അല്ലെങ്കിൽ മറ്റൊരു സോൾവെന്റ് ആയിരിക്കും. ഇവിടുത്തെ കോൺസെപ്റ്റ് എന്തെന്ന് വെച്ചാൽ മോളിക്യൂൾസിനെ പോറസ് ആയിട്ടുള്ള ബീഡ്സ് വഴി ഫിൽട്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലാർജ് മോളിക്യൂൾസ് ആണെന്നുണ്ടെങ്കിൽ പോറസ് ആയിട്ടുള്ള ബീഡ്സുകളിൽ കയറിപ്പറ്റാൻ കഴിയാതിരിക്കുകയും
കോളത്തിലൂടെ റാപ്പിഡായിട്ടുള്ള മൂവ്മെൻറ്റ് നടത്തി ആദ്യം തന്നെ എല്യൂട്ട് ആവുകയും ചെയ്യുന്നു. സ്മോളർ മോളിക്യൂൾസ് ലാർജ് മോളിക്യൂൾസിൻ്റെ ഓപ്പോസിറ്റാണ്. അതായത് ഇവയ്ക്ക് പോറസ് ബീഡ്സുകളിലെല്ലാം എൻട്രി ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഇവ എക്സ്പ്ലോർ ചെയ്ത് എല്യൂട്ട് ആവുന്നത് ഏറ്റവും അവസാനമായിരിക്കും. എക്സ്പ്ലോർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ പോറസ് ബീഡിനകത്ത് ഈ സ്മോൾ മോളിക്യൂളിനെ ഉൾക്കൊള്ളാനായിട്ട് കഴിയും. അതായത് ആ സ്മോൾ മോളിക്യൂൾസിന് ആ ഒരു പോറസ് ബീഡ് മതിയാകും എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. സ്മോൾ മോളിക്യൂൾസും അയോൺസുമായിട്ടുള്ളവരായിരിക്കും ഏറ്റവും അവസാനം എല്യൂട്ട് ചെയ്യുന്നത്. കാരണം ഇവ എല്ലാ പോറസ് ആയിട്ടുള്ള ബീഡ്സുകളിലും എൻ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ കാര്യം എക്സ്റ്റെൻറ്റ് ഓഫ് റിട്ടൻഷൻ്റെ ടേമിൽ പറയുകയാണ്. എക്സ്റ്റെൻറ്റ് ഓഫ് റിട്ടൻഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻക്ലൂഡഡ് മോളിക്യൂൾസിൻ്റെ സൈസാണ്. സ്മോളസ്റ്റ് മോളിക്യൂൾ നമ്മൾ കണ്ടു കഴിഞ്ഞു എല്ലാ പോർസിലും എൻ്റർ ചെയ്യുമെന്ന്. അതായത് എല്ലാ പോറസ് ആയിട്ടുള്ള ബീഡ്സിനകത്തും ഇൻക്ലൂഡഡ് ആണ്, ടോട്ടലി ഇൻക്ലൂഡഡ് ആണ് അവ. അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രാമിൽ കിട്ടുന്ന പീക്കുകളിൽ ഏറ്റവും അവസാനമുള്ള പീക്ക് ഈ സ്മോളസ്റ്റ് മോളിക്യൂൾസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് കുറച്ച് പോർസുകളിലൊക്കെ എൻ്റർ ചെയ്യും, അതായത് പാർഷ്യലി ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ അവയ്ക്ക് കിട്ടുന്ന പീക്സ് ഫൈനൽ പീക്സിന് തൊട്ട് മുന്നേ ആയിരിക്കും, അതായത് ഒരു ഇന്റർമീഡിയറ്റ് പീക്സുകളിലായിരിക്കും ഇവയ്ക്കുള്ളത്. ബിഗ് മോളിക്യൂൾസിന് എന്ത് ചെയ്യും, അവയ്ക്ക് എൻ്റർ ചെയ്യാനേ കഴിയത്തില്ല. അതുകൊണ്ട് ബീഡ്സുകളിലെ പോറസുകളിൽ നിന്നും എക്സ്ക്ലൂഡഡ് ആയിരിക്കും. ഇവയുടെ പീക്കായിരിക്കും നമുക്ക് ക്രൊമാറ്റോഗ്രാമിൽ ആദ്യം കിട്ടുന്നത്. ഈ കാണുന്നത് ഒരു അയോൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രാം ആണ്. ഇതിൽ ആദ്യം എക്സ്ക്ലൂഡഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് V0 ആണ്. അതായത് ബിഗ് മോളിക്യൂൾസ് ആണ് ആദ്യം എല്യൂട്ട് ആവുന്നത്. രണ്ടാമതുള്ള ഇന്റർമീഡിയറ്റ് പീക്കാണ് നമ്മുടെ സ്മോൾ ഇന്റർമീഡിയറ്റ് മോളിക്യൂൾസിനുള്ളത്. അവസാനത്തെ പീക്ക് സ്മോളസ്റ്റ് മോളിക്യൂൾസിനുള്ളതാണ്. അവയായിരിക്കും ഏറ്റവും അവസാനം എല്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഈ ഇമേജ് ഒന്ന് നോക്കിയാൽ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പോറസ് ബീഡ്സിന്റെ ഇമേജ് ആണ്. കോളത്തിൽ ഒരുപാട് പോറസ് ബീഡ്സ് ഫിൽഡ് ആണ്. വ്യത്യസ്ത സൈസിലുള്ള പാർട്ടിക്കിൾസ് ഈ കോളത്തിലൂടെ മൂവ് ചെയ്ത് താഴേക്ക് വരുമ്പോൾ അവയുടെ സൈസിനനുസരിച്ചാണ് എല്യൂട്ട് ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞു. റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് തന്നിട്ടുള്ളതിലൊരു ബിഗ് മോളിക്യൂൾ ആണ്. അതിൻ്റെ സൈസിന് അതിന് ഒരു ബീഡ്സിൻ്റെയും പോറസിൽ കയറി പറ്റാൻ കഴിയില്ല. സോ എന്ത് ചെയ്യും, ആ കോളത്തിലൂടെ ആദ്യം തന്നെ എല്യൂട്ട് ചെയ്യപ്പെടും. പോറസ് ബീഡ്സിനകത്ത് കയറാൻ പറ്റുന്ന സ്മോൾ പാർട്ടിക്കിൾസ് അതിനകത്ത് കയറി ഇൻക്ലൂഡഡ് ആയിട്ടിരിക്കും. അവ അവസാനം മാത്രം എല്യൂട്ട് ചെയ്യപ്പെടും. മനസ്സിലാക്കാനായി ഒരു വിഷ്വൽ കാണിച്ചെന്നേ ഉള്ളൂ. ഇനി കുറച്ച് കോമൺ ടേംസ് നോക്കാം. ഓൾറെഡി കോളത്തിൽ പോറസ് ആയിട്ടുള്ള ബീഡ്സ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോളത്തിനകത്തുള്ളതും എന്നാൽ പോറസ് ബീഡ്സ് ഉൾപ്പെടാത്തതുമായ ഭാഗമാണ് വോയിഡ് വോളിയം എന്ന് പറയുന്നത്. അതിനെ V0 അല്ലെങ്കിൽ V0 എന്ന് സൂചിപ്പിക്കുന്നു. ടോട്ടൽ കോളവും പോറസ് ബീഡ്സും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ടോട്ടൽ കോളം വോളിയം VT എന്ന് സൂചിപ്പിക്കുന്നത്. പോറസ് ബീഡ്സിൻ്റെ വോളിയം മാത്രമുള്ളതിനെ നമ്മൾ VI അതായത് ഇൻക്ലൂഡഡ് വോളിയം എന്ന് സൂചിപ്പിക്കുന്നു. ഈ വാല്യൂസിനൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ എല്യൂഷൻ വോളിയം കണ്ടുപിടിക്കാനാകും V0 പ്ലസ് KVI. K എന്ന് പറയുന്നത് പാർട്ടീഷൻ കോഎഫിഷ്യൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ 0ക്കും 1നും ഇടയിലായിരിക്കും. വോളിയത്തിനും അബ്സോർബൻസിനും എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. ആദ്യം കാണുന്ന സ്ട്രേറ്റ് ലൈൻ സാമ്പിൾ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ആദ്യത്തെ പീക്ക് ഹൈ മോളിക്കുലർ വെയിറ്റിൻ്റെയും ഇടയ്ക്കുള്ളത് ഇന്റർമീഡിയറ്റ് മോളിക്കുലർ വെയിറ്റിൻ്റെതും അവസാനത്തിന് തൊട്ടുമുള്ളത് ലോ മോളിക്കുലർ വെയിറ്റ് മോളിക്യൂൾസിൻ്റെ പീക്കുമാണ്. പാർട്ടീഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് V മൈനസ് V0 ബൈ VT മൈനസ് V0. V എന്ന് പറയുന്നത് എല്യൂഷൻ ഓഫ് വോളിയം ആണ്. VT എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ആണ്. V0 എന്ന് പറയുന്നത് വോയിഡ് വോളിയം ആണ്. സൊല്യൂട്ട് പാർട്ടീഷൻ ചെയ്യുന്ന ബീഡ് റെസ്ട്രിക്റ്റഡ് വോളിയത്തിൻ്റെ ഫ്രാക്ഷനെയാണ് K ആവറേജ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 0ക്കും 1നും ഇടയിലായിരിക്കും K ആവറേജിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു. ഡിഫറെൻറ്റ് ഡയമെൻഷൻസിലും മെറ്റീരിയൽസിലുമുള്ള കോളംസിനെ കമ്പയർ ചെയ്യാൻ K ആവറേജ് ഉപയോഗിക്കുന്നു. Kയുടെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ ടോട്ടലി എക്സ്ക്ലൂഡഡ് ആയിരിക്കും. Kയുടെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ ടോട്ടലി ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇനി ബിറ്റ്വീൻ 0ക്കും 1നും ഇടയിലാണെന്നുണ്ടെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ആയിരിക്കും. ഇനി SECനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് കോളൻ ലെങ്ത്. കോളൻ ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസൊല്യൂഷനും എൻഹാൻസ് ചെയ്യും. കോളൻ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കോളം കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. കോളം പാക്കിംഗ് ഓപ്റ്റിമം ആയിരിക്കണം. റെസൊല്യൂഷൻ മാക്സിമൈസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിരുന്നാലും കോളം ഓവറായിട്ട് പേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബീഡ്സ് പോറസ് കൊളാപ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ലോസ് ഓഫ് റെസൊല്യൂഷന് കാരണമാകും. ഇനി അണ്ടർ പാക്ഡ് ആയിട്ടാണ് കോളം നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ റിലേറ്റീവ് സർഫസ് ഏരിയ കുറയ്ക്കുന്നതിന് കാരണമാകും. അത് സ്മോളർ സ്പീഷീസ് പോർസുകളിൽ ട്രാപ്പ് ചെയ്യപ്പെടുന്ന സമയത്തിൻ്റെ അളവ് കുറയ്ക്കും. ഇനി ഇവയുടെ ആപ്ലിക്കേഷൻസ് ആണ് പെപ്റ്റൈഡ്സ്, പ്രോട്ടീൻസ് തുടങ്ങിയവയുടെ പ്യൂരിഫിക്കേഷന് സാധിക്കുന്നു. വൈറസ് പാർട്ടിക്കിൾസിൻ്റെയും സെൽസിൻ്റെ സെപ്പറേഷൻ ഉപകരിക്കുന്നു. മോളിക്കുലർ മാസ് എസ്റ്റിമേറ്റ് ചെയ്യാനും സൈസ് എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്സ് യൂസ്ഫുൾ ആണ്. ഈ പഠിച്ച എല്ലാ ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്സുകളിലെയും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് ഉദ്ദേശിക്കുന്നത് അവയുടെ മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും സാമ്പിൾ ഫേസും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ 4 കോളം ക്രൊമാറ്റോഗ്രാഫിയാണ് പഠിച്ചത്. അപ്പോൾ അവയുടെ എല്ലാത്തിൻ്റെയും മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും സാമ്പിൾ ഫേസുമാണ് തന്നിരിക്കുന്നത്. ഈ ടേബിൾ മെമ്മറൈസ് ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത വീഡിയോയിൽ കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.